അത് ഞാൻ പറഞ്ഞ നമ്മുടെ അടുത്ത പറമ്പില് തന്നെ പുല്ല് ചെത്തിക്കൂട്ടി വർഷക്കാലത്ത് കിടന്നു. കാരണം അതിനകത്ത് മഴ പെയ്ത് പറമ്പിൽ കുറെ വെള്ളം, അവരുടെ പറമ്പിൽ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാതിക്ക് കയറും. അതിന്റെ ആ സ്മെല്ലും ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജാതിയുടെ ഇല പോയി. അതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഈ പശുഫാമ് പാടില്ല, പിന്നെ പന്നിയുടെ ഫാം, കോഴി ഫാം. നമ്മുടെ ഒരു വീട്ടിലുള്ള 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം അതിൽ നിന്ന് പാത്രം കഴിയുന്ന വെള്ളം നമ്മുടെ അടുത്ത് വന്ന് കെട്ടി കിടക്കണമല്ലോ. അപ്പൊ ആ കിടക്കുന്ന അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം വരെ ജാതിക്ക് കൊള്ളില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം കൊണ്ട് തന്നെ പോയി. ഈ സ്ലറി ഞങ്ങൾ കോഴിക്കോട് കടുമാക്കലിന്റെ അടുത്ത് പോയി. അപ്പൊ അവിടെ ചെന്ന് ഇപ്പൊ ആ വീടിന്റെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന മരം തന്നെ നന്നായിട്ട് ഇല പൊഴിയണം. ഒത്തിരിയേറെ ഇലയുള്ള മരമാണ്. അതിന്റെ മുഴുവൻ ഇല പൊഴിഞ്ഞ് കാണും. ഒരു കായ പോലും മരത്തൊന്നുമില്ല. അപ്പൊ ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ഇത് എന്ത് ചേട്ടാ ഇത്രയധികം കൊയ്യണെന്നുള്ള കാര്യങ്ങളെ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി ഒന്നും പറഞ്ഞില്ല. പോയി ഞങ്ങൾ തോട്ടം കാണാനൊക്കെ പോയി. തോട്ടം പോയിട്ട് തിരിച്ച് ആളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴുള്ള ബയോഗ്യാസിന് വേണ്ടിയിട്ട് ചാണകം കലക്കി ഒഴിക്കുന്നതിന്റെ ആ ഭയങ്കര മണം അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ മണം കേട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ അതിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ലറി കലക്കി ഒഴിക്കുന്നതിന്റെ ടാങ്ക് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ തോട്ടത്തില് അവിടെ നിന്ന് വരുന്ന ആ പരിസരത്തേക്ക് ഇങ്ങനെ കറങ്ങി മണം അടിച്ച് പോകലോ, കാറ്റ് വഴിക്ക് പോണ ആ ഭാഗത്ത് മുഴുവൻ മരത്തിന്റെ ഇല കൊഴിഞ്ഞു പോയേക്കാണ്. അപ്പൊ കായ കൊയ്യാനും സാധ്യതയുണ്ട്, ഇല കൊയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മുടെ അന്തരീക്ഷത്തിൽ മലിനമാക്കണ ഏത് മണം വന്നു കഴിഞ്ഞാലും ജാതിയുടെ ഇല കംപ്ലൈന്റ് ആണ്. ഈ ഏപ്രിൽ മെയ് മാസത്തില് ഉണ്ടാകുന്ന ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് ഒരു നെല്ലിക്ക വഴി പോകാം. അത് മുഴുവൻ ഒരു 2-3 ആഴ്ച മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൊഴിയാൻ തുടങ്ങും. മഴ ഈ ജാതിക്കായ പൊഴിയണത് നമ്മൾ മരം ബഡ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടല്ലോ. അതിനകത്ത് തന്നെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള മരങ്ങളിലാണ്. അതിനകത്ത് ഏതെങ്കിലും അതിന്റെ ആ ഒരു ജാതി മരത്തിൽ ഉണ്ടാവേണ്ട മുഴുവൻ ഗുണനിലവാരം ആ മരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അത് ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കൂടാം. പിന്നെ നമ്മൾ മണ്ണ് ഒരുക്കണ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി നമ്മൾ ഈ ജാതി മരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കണ ഇതുണ്ട്. നമ്മൾ എന്തായാലും ഗ്രൗണ്ട് ലെവലിൽ ഒരു 1/2 അടിയെങ്കിലും പൊന്തി നിൽക്കണതാണ്. കറക്കെ വെള്ളം കെട്ടാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഇല കൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ ഇല കൊഴിയുന്ന കൂട്ടത്തിൽ തന്നെ കായും കൊഴിയും. ഈ രണ്ടും ഒരേ രോഗമാണ്. അത് ഫംഗസാണ്. അതിനെ തിരിച്ചടിച്ചെങ്കിൽ അത് ആ ഫംഗസ് ഉണ്ടാകുന്നതിന് മുമ്പ് തിരിച്ചടിക്കണം. ഈ വർഷം കൂടുതൽ കായ ഇങ്ങനെ പോയി. അത് മെയിൽ കൂടുതൽ മഴ പെയ്താൽ അപ്പൊ അതിനെ നമ്മൾ സൂഡോമോണാസ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് മരത്തിന്മേലേക്ക് തളിക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയിരിക്കുക. അത് മരത്തിന്റെ തടിയിൽ എവിടെയും വീണ് കഴിഞ്ഞാൽ അത് മഴക്കാലത്താണെങ്കിൽ വിയർച്ച് കൂടുതൽ അണുപെരുകി ആ മൊത്തം അതിന് വരുന്ന കംപ്ലൈന്റുകളെ പിന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സൂഡോമോണാസ്. അപ്പൊ അത് വേപ്പുമണ്ണാക്കിൽ കറക്കി ഒരു 4-5 ദിവസം വെക്കാം. നമ്മൾ സൂഡോമോണാസ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പുമണ്ണാക്കിൽ കറക്കി വെച്ചിട്ട് 4-5 ദിവസം കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ അണുക്കൾ വിഘടിച്ച് കിട്ടും. വിഘടിച്ച് കിട്ടി കഴിഞ്ഞിട്ട് മരത്തുമേലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോരി ഒഴിക്കുക. ഇതിന്റെ കടക്കയും ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്തേ പറ്റുള്ളൂ. നനവുള്ള തടിയുമേ അടക്കം നനവുള്ള സമയത്ത് അങ്ങനെ ചെയ്യാം. അപ്പൊ അത് കേടിന് നമുക്കൊരു പരിഹാരം ആയിട്ട് ചെയ്യാം. 7-8 കൊല്ലം കൊണ്ട് വിത്തിയടി കായി. വിത്തിയടി പൂത്ത് കണ്ടു കഴിയുമ്പോൾ അത് ആൺചെടി ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയുടെ ചുവട്ടിൽ ബഡ് ചെയ്താൽ പിടിക്കാൻ അതിനുള്ള മാർഗം ഏത് മരം നമുക്ക് ഒട്ടിച്ച് പിടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതിപ്പോ 20 വർഷം ഒരു 6 മാസമായ മരം തുടങ്ങി 50 വർഷത്തെ പ്രായത്തിൽ മരമായാലും ഞാൻ ഒട്ടിച്ച് പിടിപ്പിച്ചു തരാം. പരിഹാരം എന്ന് പറയുന്നത് ഒരു തട്ട് ശേഖരത്തിന് മുകളിൽ വെച്ച് വാടുകൊണ്ട് മുറിക്കണം. എന്നിട്ട് കിളുത്ത് വരുന്ന 2 തളുപ്പ് നിർത്തണം. ഇത് ഒന്നല്ല, അടുത്ത മെയ് മാസം ചെയ്താൽ പിടിക്കുകയും ചെയ്യും. അതിന് ഗ്രോത്ത് അതിന്റെ ഒരു 30-40 ഇഞ്ച് മരം ഉള്ള വണ്ണമുള്ള മരമായാലും ഒറ്റ തടിയുമ്പോൾ തന്നെ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നല്ലതല്ല. അങ്ങനെ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കാറ്റത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളെന്തായാലും ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കുക. അതിൽ കൂടുതൽ പ്രായം പോയി നമ്മൾ ഒറ്റ തടിയുമേ അല്ലാതെ മരം ഇടയ്ക്ക് വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് അതിമേന്ന് ഒരു കമ്പ് പൊടിപ്പിച്ച് നിർത്തി അതൊന്നും ബഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റിൽ തൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ആരോഗ്യത്തോടുകൂടി കൂടുതൽ കാലം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു മരം ഒട്ടിച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം. മരം നമ്മളിപ്പോൾ ആരെങ്കിലും കായ മേടിച്ച് പാവി മുളപ്പിച്ച് തൈ തോട്ടം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കായ കണ്ട് ഏറ്റവും ആദ്യത്തെ കൊല്ലം തന്നെ ആണോ പെണ്ണോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം തന്നെ അല്ലെങ്കിൽ പിറ്റേ വർഷമെങ്കിലും നമ്മൾ ഒട്ടി വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. കാരണം അത് വെട്ടിക്കളയുന്നതല്ല നല്ലത്. കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ മരം കാറ്റ് തുടങ്ങിയേക്കണം ആ മരത്തിന്റെ തന്നെ ഒപ്പം വലിപ്പത്തോടു കൂടി നമുക്ക് കായ്ഫലം കിട്ടും.
ഈ നമ്മളിപ്പോൾ കാറ്റ് തുടങ്ങിയ മരമായാലും ആണായാലും പിടിക്കാം. അത് പരമാവധി 1-2 സ്റ്റെപ്പ് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ബഡ് ചെയ്യാനായിട്ട് നോക്കാം. ആൺമരമാണെങ്കിൽ പൂവ് കണ്ടതിന് ശേഷം നമ്മൾ 1-2 സ്റ്റെപ്പ് നിർത്തണം. നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ബഡ് ചെയ്ത് നമ്മൾ പിടിപ്പിക്കാം.